ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. റവ ഉപ്പുമാവ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. നമ്മളിതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്താണ് നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കുന്നത്. അത് കാരണം ഇത് കൂടുതൽ ഹെൽത്തിയും അതേപോലെ തന്നെ കൂടുതൽ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റവ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ നമ്മുടെ റവ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് റവയാണ്. അതാദ്യം നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ കയ്യിലുള്ളത് വറുത്ത റവയാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വറുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ അതാ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റവ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കരുത്. പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ റവ കരിഞ്ഞു പോകും. ഇതാ നമ്മുടെ റവ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ അതാ ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. സൺഫ്ലവർ ഓയിലായാലും മതി. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ ചേർത്ത് കൊടുക്കുന്ന 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ ഒരു 5-6 കാഷ്യൂനട്ടും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകണം. അപ്പോൾ അതായത് ഇതിൻ്റെ എല്ലാ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള് കായപ്പൊടി. ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും അതേപോലെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു ഗോൾഡൻ കളറാകുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ അതാ നമ്മുടെ സവാളയും അതേപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് കൂടുതൽ ഹെൽത്തി ആകും. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 5-6 ബീൻസ്, ഒരു ചെറിയ ക്യാരറ്റ്, കുറച്ച് ഗ്രീൻ പീസ്. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർത്താൽ മതി. ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ അത് ചേർക്കേണ്ട. ഇത് ഫ്രഷ് ഗ്രീൻ പീസാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പം ബീൻസും അതേപോലെ തന്നെ ക്യാരറ്റും മാത്രം ഉള്ളെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. വേണമെങ്കിൽ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് കൊടുത്തു. 1-2 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതാ ഒരു 2 മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ച് കൊടുത്തു. വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഞാനിവിടെ ചൂടുവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. നമ്മൾ 1 കപ്പ് റവയല്ലേ എടുത്തത്, അപ്പോൾ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി നമ്മുടെ ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇത് തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് നമ്മുടെ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. റവ ചേർക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ അതാ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ റവ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ നോക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള പോലെ തോന്നും. പക്ഷേ ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ റവ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നന്നായിട്ട് തിക്കായിട്ട് വന്നോളും. അപ്പം അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത്.
1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി മിക്സ് ചെയ്യുമ്പോൾ ഇതേപോലെ കട്ടിങ് മോഷനിൽ വേണം ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ചിലർക്ക് പൊടിയായിട്ടുള്ള ഉപ്പുമാവായിരിക്കും ഇഷ്ടം. അങ്ങനെ വേണ്ടവർക്ക് നമ്മൾ വെള്ളം ചേർത്തില്ലേ, അപ്പോൾ ഒരു 1.5-1.25 കപ്പൊക്കെ വെള്ളം ചേർത്താൽ മതി. എനിക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് ഇഷ്ടം, അതാണ് ഞാൻ 2 കപ്പ് ചേർത്ത് കൊടുത്തത്. നമ്മൾ ഉപ്പ് ചേർത്തപ്പം ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കറക്റ്റ് ആക്കിയ ശേഷമാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് റവ ചേർക്കുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. ഒത്തിരി അങ്ങ് ചേർത്ത് കൊടുക്കരുത്. ഉപ്പ് ഒരു പൊടിക്ക് മുന്നിട്ട് നിൽക്കണം. 1 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുവാണേ. ഇപ്പോൾ ദാ 1 മിനിറ്റോടെ ആയിട്ടുണ്ട്. തുറന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങ. ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിവിടെ 2-3 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റവ ഉപ്പുമാവ്. ഇത് നമുക്ക് കറികളൊന്നും ഇല്ലാതെ ഇതേപോലെ തന്നെ കഴിക്കാം. അതുമല്ലെങ്കിൽ ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം, പഴത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതിനനുസരിച്ച് കഴിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.